നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? നമ്മൾ ഇനി അടുത്തെടുക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ. ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാവരും പഠിച്ചു കാണും എന്ന് വിചാരിക്കുകയാണ്. കുറച്ച് വളരെ സിമ്പിളാണ് ഈ പാഠം. കൺസെപ്റ്റ് വൈസ് ഒത്തിരി ഉണ്ട്, പക്ഷെ ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതിൽ 3-4 ഇക്വേഷൻ ഉണ്ട്, അത് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ശരി, അപ്പം നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. പ്രൊജക്ടൈൽ മോഷൻ എന്നതാ പ്രൊജക്ടൈൽ മോഷൻ എന്നറിയുമോ? മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ആക്സിസ് വേണം ഇതിന്റെ മോഷനെ കുറിച്ച് മുഴുവൻ പഠിക്കാനായിട്ട്. അപ്പൊ ഈ 2 ആക്സിസ് വേണ്ട ഒരു മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. അത് ഈ പാഠത്തിന്റെ ഹെഡിങ് തന്നെ മനസ്സിലായി. ഇതേപോലെ ഒരു മോഷനും കൂടി നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും, സർക്കുലർ മോഷൻ. എന്നതാ സർക്കുലർ മോഷൻ? ഒരാളിങ്ങനെ വട്ടത്തിലാണ് നടക്കുന്നതെങ്കിൽ ആലോചിക്കുക, ഇവന്റെ മോഷൻ നോക്കിയോ, ആദ്യം ഇവൻ ഇവിടെയായിരുന്നു, അതിനുശേഷം കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇവിടം വരെ എത്തി. നോക്കി, അവൻ ഇത്രയും ദൂരം ഇങ്ങോട്ടും മാറി, ഇത്രയും ഹൈറ്റ് ഇങ്ങോട്ടും മാറി. 2 ആക്സിസ് വേണ്ടേ? ഈ സർക്കുലർ മോഷനും മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന പാഠഭാഗത്ത് വരുന്ന പ്രൊജക്ടൈൽ മോഷൻ എന്നാന്ന് ചോദിച്ചാല്, ഒരു കല്ലെടുത്തിട്ട് ഞാൻ നേരെ എറിയുന്നതിന് പകരം ഒരാംഗിളിൽ, അത് ചിലപ്പോൾ 90 ഡിഗ്രിക്ക് പകരമായിട്ട് 89 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 0 ഡിഗ്രിക്ക് പകരമായിട്ട് 1 ഡിഗ്രി ആവാം കേട്ടോ. ഈ 0 90 അല്ലാത്ത ഏത് ആംഗിളിൽ എറിഞ്ഞാലും അത് പ്രൊജക്ടൈൽ മോഷനാണ്. നോക്കി, ഞാൻ ഇങ്ങനെ എറിയുകയാണ്, ഒരു ആംഗിൾ ഇങ്ങനെ എറിയുവാണ്, ഈ കല്ല് എന്ത് ചെയ്യും? ഇവിടെ പോയി വീഴും അല്ലേ? ഇവരിങ്ങനെ പോയി വീഴാൻ നേരത്ത് ആലോചിച്ച് നോക്കി, ഇവനൊരു വെലോസിറ്റി എറിഞ്ഞു. ഈ ബോളിനെ പിടിച്ച് വലിക്കാനോ പൊക്കാനോ, അല്ലെങ്കിൽ ഈ ബോളിൽ ഞാൻ ഒരു പ്രാവശ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആക്ട് ചെയ്യുന്ന വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്രാവിറ്റി മാത്രം. എയറിന്റെ ഫ്രിക്ഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ് കേട്ടോ. ഈ 2 പാഠങ്ങളിലും നമ്മൾ എയറിന്റെ ഫ്രിക്ഷൻ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുക. അപ്പൊ നോക്കി, ഞാൻ കല്ല് ഇവിടുന്ന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു ലെങ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലിന്റെ മോഷൻ ആകെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രാവിറ്റി മാത്രമാണ്. ഇതിനെ പറഞ്ഞവരാണ് പ്രൊജക്ടൈൽ മോഷൻ. ഒരു θ ഡിഗ്രിയിൽ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി യു ലെങ്ത് വിടുന്നതിനെ പറഞ്ഞവരാണത് പ്രൊജക്ടൈൽ മോഷൻ കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ ഇരുന്ന ഈ കല്ലിന് എക്സിലേക്ക് ഇത്രയും ദൂരവും വൈയിലേക്ക് ഇത്രയും ദൂരം വരെ പൊങ്ങിയതിന് ശേഷം പിന്നെ അവൻ താന്നു വന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ എവിടെ ഉണ്ടായിട്ടുള്ളൂ? എക്സിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ത്രൂ ഔട്ട് ദ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വൈയിൽ കുറെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. നമ്മളിത് എങ്ങനെ പഠിക്കും? നമ്മൾ എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ, നമുക്ക് ആകെ അറിയാവുന്ന കാര്യങ്ങൾ കൈനമാറ്റിക് ഇക്വേഷൻ മാത്രമാണ്. 1 ഡയമെൻഷൻ മോഷനിലെ കാര്യങ്ങൾ കൂടെ നമുക്കറിയാം, 2 ഡയമെൻഷൻ ഒന്നും പഠിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, 1 ഡയമെൻഷനിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ, ഒരു കാര്യം എക്സ്ട്രാ പഠിക്കില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ആക്സിസ് ആദ്യം എടുക്കും, അതിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ 1 ഡയമെൻഷനിലെ ലോ അപ്ലൈ ചെയ്യും. എക്സിലെ എടുക്കും, വൈയിലെ എടുക്കും, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ നോക്കൂ, എക്സിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എക്സിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവൻ ഇവിടെ നിന്നിരുന്നേ, എവിടെ വരെ പോയി? ഇത്രയും ദൂരം വരെ പോയി. ഓക്കെ, എക്സില് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. വൈയിലോ, വൈ ആക്സിസ് മുകളിലേക്ക് ഹൈറ്റ് നോക്കി, കല്ല് ആദ്യം ഇവിടെ ഇരുന്നു, പിന്നെ ഇവിടെ ഇരുന്നു, ഹൈറ്റ് മുകളിലേക്ക് മാറ്റം വന്നോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നതാ 0. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി, എക്സിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? ഞാൻ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് യു എന്ന വെലോസിറ്റിയിൽ എറിഞ്ഞത്. എനിക്ക് പറയാൻ പറ്റുമോ ഈ യു ആണ് എക്സിലേക്കുള്ളതെന്ന്? അല്ല. എനിക്ക് പറയാൻ പറ്റുമോ ഇതാണ് വൈയിലേക്കുള്ളതെന്ന്? പറയാൻ പറ്റുമോ? വൈ ആക്സിസ് നേരെ മുകളിലേക്കും വരച്ചു, വൈയിലേക്കുണ്ടോ? ഇല്ല. രണ്ടിനും ഇടയ്ക്ക് ഒരു തീറ്റ ആംഗിളിലാണ് യു ഉള്ളത്. പക്ഷെ എനിക്കറിയാം യു വെക്ടർ ആണ്. വെക്ടർ ഒരു ഇൻക്ലൈൻ പ്ലെയിനും പോട്ടെ, ഒരു ഇൻക്ലൈൻ ആംഗിൾ ഉണ്ടെങ്കിൽ എനിക്കതിനെ 2 ആയിട്ട് റിസോൾവ് ചെയ്യാം. അങ്ങനെ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിലേക്ക് എത്ര വെലോസിറ്റിയാ തുടക്കത്തിൽ ഉണ്ടായിരുന്നേ, വൈയിൽ എത്ര വെലോസിറ്റിയാ തുടക്കത്തിൽ ഉണ്ടായിരുന്നതെന്ന് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി, ഇത് യു അല്ല ഇനിഷ്യൽ വെലോസിറ്റി,
ഒരു വെക്ടറിനെ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യും? എനിക്ക് ഇതൊരു ഫോഴ്സ് വെക്ടർ ആണ്, ഇത് തീറ്റ ആംഗിൾ ആണ് എങ്കിൽ ഈ ആംഗിൾ ഈ സൈഡിലെ ഈ അഡ്ജസ്റ്റന്റ് തീറ്റയ്ക്ക് അടുത്തുള്ള ഈ സൈഡിലെ ഈ ലെങ്തിനെ എനിക്ക് വെക്ടർ വെച്ചിട്ട് എന്തൊരു പരിപാടി ചെയ്യാം. അതിന്റെ പേരാണ് വെക്ടർ റെസൊല്യൂഷൻ. എനിക്ക് നേരെ താഴെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയാണ്. വെക്ടറിന്റെ ഭാഗം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ വീഡിയോ പിന്നെയും പോയി ഒന്നുകൂടി കണ്ടോ, നഷ്ടം വരില്ല. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് വെക്ടറിന്റെ ഭാഗം. ഇനി ഈ ഹൈറ്റോ ഇതോ എഫ് സൈൻ തീറ്റ. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യു അങ്ങനെ നോക്കി, ഈ കമ്പോണന്റ് എന്നാ വരും? യു കോസ് തീറ്റ. ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക്. ഇനി ഈ വശം മുകളിലേക്ക് യു സൈൻ തീറ്റ. അപ്പൊ ഇതിനെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പാരലൽ ഷിഫ്റ്റ് ചെയ്യുക, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇതാണെന്ത്? യു സൈൻ തീറ്റ. ഇനി എനിക്ക് പറയാൻ പറ്റും എക്സ് ആക്സിസിലേക്കുള്ള തുടക്കത്തിലെ വെലോസിറ്റി യു കോസ് തീറ്റയാണ്, വൈ ആക്സിസിലേക്കുള്ള തുടക്കത്തിലെ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. അപ്പൊ യു എക്സ് എന്നതാ? യു കോസ് തീറ്റ. യു വൈ എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ. സബ്സ്ക്രൈബ് കേട്ടോ. യു വൈ വൈ ആക്സിസിലേക്കുള്ള ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വല്ല ആക്സലറേഷൻ ഒക്കെ ഉണ്ടെങ്കിലല്ലേ വെലോസിറ്റിക്ക് ചേഞ്ച് വരുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നറിയോ, നമ്മൾ രണ്ടാക്കി മുറിച്ചു കളഞ്ഞു. ഇനി നമ്മൾ എക്സിലേക്കുള്ള മാത്രം എടുക്കുന്നു, വൈയിലേക്കുള്ളത് മാത്രം എടുക്കുന്നു കേട്ടോ. ഈ എക്സിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ റേഞ്ച് എന്ന് ചുമ്മാ വിളിക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളത്തെ വിളിക്കുന്ന പേരാണിത് റേഞ്ച്. ഈ മോഷൻ ഇടയ്ക്ക് കറക്റ്റ് പകുതി സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലേ, ഇവനെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൈറ്റ്. എന്റെ പേരാണെന്ത്? മാക്സിമം ഹൈറ്റ്. കല്ല് ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ട ടൈം, അതിനെ വിളിക്കുന്നവരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ എറിഞ്ഞ കല്ലിനെ വിളിക്കുന്ന പേരാണ്, ഈ പ്രൊജക്ടൈൽ മോഷൻ നടത്തിയ ആ കല്ലില്ലേ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ. ഈ പോയ വഴിയില്ലേ ഇവനെ വിളിക്കുന്ന പേരാണ് ട്രജക്ടറി. ട്രജക്ടറി എന്നതാ? സർക്കുലർ ആണോ വട്ടമാണോ? അല്ല, പകരം എന്നതാ? ഒരു ഈ ഷേപ്പുള്ളത്. ഈ ഷേപ്പുള്ളത് നമ്മൾ ഈ ഷേപ്പിലുള്ള സാധനം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഷേപ്പുള്ള ആൾക്കാരെയൊക്കെ ഗ്രാഫ്, കോമൺ ഗ്രാഫ് എന്നും പറഞ്ഞ് നമ്മളൊരു പാഠം പഠിച്ചായിരുന്നു ബേസിക് മാത്സിൽ. പഠിച്ചിട്ടില്ലെങ്കിൽ നേരെ പോസ് നിൽക്കുക, തിരിച്ചു ചെല്ലുക, ബേസിക് മാത്സ് പഠിക്കുക, ഗ്രാഫ് നോക്കുക. ഈ ഷേപ്പ് എന്നതാ? പരാബോള കേട്ടോ. അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ നോക്കൂ, എക്സിലേക്കുള്ള വെലോസിറ്റി ഇതാണ്, വൈയിലേക്കുള്ള വെലോസിറ്റി ഇതാണ് തുടക്കത്തിൽ. ആക്സിലറേഷൻ നോക്കിയേ, ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിലേക്ക് അങ്ങോട്ടായിട്ടോ ഇങ്ങോട്ടായിട്ടോ എന്തെങ്കിലും ആക്സിലറേഷൻ ഉണ്ടോ? ബോഡിക്ക് എന്തൊരു ആക്സിലറേഷൻ ഉണ്ടോ? പുറത്ത് എന്തെങ്കിലും ഫോഴ്സോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ പാഠത്തില് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ജീപ്പ് നേരെ പോകുമായിരുന്നു, ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പൊ ആ കാറ് നിന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? യു വെലോസിറ്റി പോകുമായിരുന്നു, ബ്രേക്ക് പിടിച്ചപ്പോൾ ബോഡി നിന്നു, v = 0. കാരണം എന്നാ? ഒരു ആക്സിലറേഷൻ ഇങ്ങോട്ട്, യുവിന്റെ ഡയറക്ഷൻ ആണ് ആക്സിലറേഷൻ എങ്കിൽ സ്പീഡ് കൂടുകയെന്ന് അർത്ഥം. ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ചെയ്തത്, ഇതിനെ പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ. സാധാരണ നമ്മൾ എന്താ പഠിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നത് ആക്സിലറേഷൻ പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കൂടും. ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അതുകൊണ്ട് എന്ത് പറ്റി? ഇങ്ങോട്ടേക്ക് ആക്സിലറേഷൻ, അതുകൊണ്ട് സ്പീഡ് കുറഞ്ഞു, വണ്ടി അവിടെ നിന്നു. ഇതൊക്കെ എന്ത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. ഇതൊക്കെ പഠിച്ചോക്കെ. ഇവിടെ നോക്കി, ഇവിടെ എക്സ് ആക്സിസിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അപ്പൊ ഇവിടെ ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ് ഈസ് 0 എന്ന് പറയാം. ആക്സിലറേഷൻ അലോങ് വൈ ആക്സിസോ? കല്ല് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, ഓക്കെ, ഗ്രാവിറ്റി താഴെ പിടിച്ച് വലിക്കുന്നുണ്ട്, അപ്പൊ ആക്സിലറേഷൻ ഉണ്ട് വൈ ആക്സിസിൽ.
ഗ്രാവിറ്റി എങ്ങോട്ടാണ് പിടിച്ചു വലിക്കുന്നത്? താഴേക്ക്. താഴേക്കുള്ളതൊക്കെ നമ്മൾ മൈനസ് എടുക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഓൺ വൈ ആക്സിസ് ത്രൂ ഔട്ട് ദ മോഷൻ ജി ഉണ്ട്. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാല് വെലോസിറ്റിക്ക് മാറ്റം ഇല്ല എന്നർത്ഥം. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ആയിരുന്നു എക്സ് ആക്സിസില്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതും യു കോസ് തീറ്റ എന്ന് എനിക്ക് എടുക്കാം. അപ്പൊ നോക്കി ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്നാ വരും? യു കോസ് തീറ്റ. മനസ്സിലായോ? ആ, ഇത് നോക്കി ഫൈനൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് എന്നാ വരും? നമുക്കറിയാം, ഒരു കല്ലെടുത്ത് നമ്മൾ നേരെ മുകളിലേക്ക് എറിഞ്ഞാല് വി വെലോസിറ്റിയിലാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ താഴേക്ക് വരുന്നത് എന്തായിരിക്കും? വി വെലോസിറ്റി തന്നെ, കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് വെലോസിറ്റി 0 ആക്കി. ഒരു കല്ലെടുത്ത് നേരെ മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും മുകളിൽ 0, കാരണം ഭയങ്കര സ്പീഡ് കൂടെ ഏറ്റവും മുകളിൽ കല്ലോടെ നിന്നിട്ട് മെല്ലെ താഴേക്ക് വരുള്ളൂ. അപ്പൊ ഏറ്റവും മുകളിൽ 0 ആണെങ്കിലും താഴെ എത്തുമ്പോൾ എന്നതാ? ആ എറിഞ്ഞ അതേ വെലോസിറ്റി എത്തും. അപ്പൊ കഴിഞ്ഞ പടത്തിൽ പഠിച്ചതല്ലേ. ഇവിടെ വി വൈ എന്ന് പറഞ്ഞാല് യു എക്സ് സൈൻ തീറ്റയാണ്. ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റില് മറ്റേ ടോപ്പ് മോസ്റ്റ് പോയിന്റില് യു കോസ് തീറ്റ എല്ലായിടത്തും സെയിം ആയിട്ടുണ്ട്, എല്ലായിടത്തും. അപ്പൊ ഇവിടെയും യു കോസ് തീറ്റ ഇവിടെയും ഉണ്ട്, യു കോസ് തീറ്റ. പക്ഷേ ഈ വെലോസിറ്റിയോ, വെർട്ടിക്കൽ വെലോസിറ്റിയോ, ഏറ്റവും മുകളിലത്തെ പോയിന്റ് എന്താണ്? 0. ആലോചിച്ചേ, ഞാൻ രണ്ട് രീതി പ്രൂവ് ചെയ്യാം. ഒന്ന്, എനിക്കറിയാം ഏറ്റവും മുകളിൽ 0 ആയതുകൊണ്ടാണ് പിന്നെ അതിന്റെ മുകളിലേക്ക് കല്ല് പോകാത്ത ഒന്നാമത്തെ കാര്യം. ഇനി അതല്ലെങ്കിൽ യു സൈൻ തീറ്റ ആണെന്ത്? സൈൻ തീറ്റ ആണ് എന്ത്? വെലോസിറ്റി. ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റ് തീറ്റ, വെലോസിറ്റി ഇതല്ലേ കമ്പൗണ്ട്, ഇതല്ലേ കമ്പൗണ്ട്, ഇങ്ങനെ 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 കൂട്ടി വെലോസിറ്റി കമ്പൗണ്ട് ഇവിടെയാണ്. അപ്പൊ ഈ വെലോസിറ്റി കമ്പൗണ്ട് ഹൊറിസോണ്ടൽ ആംഗിളായിട്ട് ഉണ്ടാക്കുന്ന, ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ. ഇവിടെ എത്രയായിരിക്കും? ഇങ്ങനത്തെയാണ് വെലോസിറ്റി. ഇവിടെ ഹൊറിസോണ്ടൽ ആംഗിളുമായിട്ട് എത്രയാ? ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് എത്രയാ? 0 ഡിഗ്രി. അപ്പൊ യു സൈൻ 0 ആണ് 0. അപ്പൊ ഏറ്റവും മുകളില് വെർട്ടിക്കൽ കമ്പോണന്റിലെ വെലോസിറ്റി 0 ആയിരുന്നു, കേട്ടോ. പക്ഷെ അപ്പോഴും അവിടെ ആരുണ്ട്? യു കോസ് തീറ്റ. എല്ലാ സൈഡിലും ഇവിടെ ഇവിടെ ഒക്കെ ആരുണ്ട്? യു കോസ് തീറ്റ ഉണ്ട്. മാറുന്ന ആരാ? ഇത്രയും ഹൈറ്റില്, അതായത് യു സൈൻ തീറ്റയാണ് ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്, കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഓർമ്മ വരുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. നമുക്ക് എന്തൊക്കെ കാണണമെന്നറിയോ? 3 കാര്യങ്ങളാണ് കാണേണ്ടത്. ഒന്ന്, ഇവിടെ നിന്ന് ഇവിടം വരെ പോയ സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ്, അത് നമ്മൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം r, അതിനെ വിളിക്കുന്നവരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്. മൂന്നാമത്തെയാണ് മാക്സിമം ഹൈറ്റ്. അപ്പൊ എഴുതിയോ, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ആദ്യം വരെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് നോക്കി, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ടൈല് ഇവിടം തുടങ്ങി ദാ ഇവിടം വരെ ട്രാവൽ ചെയ്യാനായിട്ട് സമയം, അല്ലേ? നോക്കി, ഞാനിപ്പോ ഒരു കല്ലെടുത്ത് നേരെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് എത്തിയാൽ, താഴേക്ക് എത്തുന്ന കണക്കില് കല്ല് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയ സമയം ഒരു 5 വിചാരിച്ചു. അപ്പൊ ഇവിടെ നിന്ന് താഴേക്ക് വരാനുള്ള സമയം എത്രയാണ്? 5 തന്നെ. നമ്മൾ അവിടെ ചെയ്യാൻ നേരത്ത് എയറിന്റെ റെസിസ്റ്റൻസ്, നമ്മൾ നോക്കി കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഈ എയറിന്റെ റെസിസ്റ്റൻസ് ഇല്ലേ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്താൽ കുറച്ച് വ്യത്യാസമുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സമയമല്ല, താഴേക്ക് വരാനുള്ള സമയം. അപ്പൊ നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല, കേട്ടോ. അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ഇവിടം വരെ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരെ എത്തുന്നതും ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുന്നതും സമയവും സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സമയം കണ്ടുപിടിച്ചിട്ട് അതിന് ഞാൻ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഈ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിനും കിട്ടും. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആകെ ഉള്ളത് കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. ഞാൻ അപ്ലൈ ചെയ്യുക. നോക്കിയേ, ഈ കല്ലിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ മാത്രം നോക്കിയേ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് മാത്രം. ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇങ്ങോട്ടേക്കുള്ള യു കോസ് തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റിന് മാറ്റമേ ഇല്ല, കാരണം ആക്സലറേഷൻ ഇല്ല. ഈ മുകളിലേക്കുള്ള വെലോസിറ്റി, കല്ല് മുകളിലേക്ക് ഇവിടം വരെ എത്തി.
ഏറ്റവും മുകളിൽ ഇങ്ങനെ 0 ആയി, പിന്നെ താഴേക്ക് വരും. കാരണം എന്നാ, ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇവിടുത്തെ കമ്പോണന്റിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? യു എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റിയുടെ y ആക്സിസിലെ കമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. ഇവൻ ഇങ്ങനെ ഏറ്റവും മുകളിൽ കഴിഞ്ഞപ്പോൾ എന്തായി? 0 ആയി. അപ്പൊ ഞാൻ എന്റെ കൈനമാറ്റിക് ഇക്വേഷൻ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. v ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാ? 0. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? യു സൈൻ തീറ്റ പ്ലസ് ആക്സിലറേഷൻ ഇവിടെ ജി താഴേക്കാണ് അല്ലേ, അപ്പൊ ഇവിടെ മൈനസ് ജി വേണം ഇൻറ്റു ടൈം എത്രയാ? ടി. ഓക്കെ, നമുക്ക് ടി കാണാൻ പറ്റും. ജി ടി ഇങ്ങോട്ട് കൊണ്ടുപോകും. ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. ഇത് ടൈമാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്. ടോട്ടൽ ടൈം ടി ഇസ് ഈക്വൽ ടു 2 ടൈംസ് ടി എന്ന് പറഞ്ഞാല് 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എഴുതി വെക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ഇതല്ലെങ്കിൽ വേറെ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഒറ്റയടിക്ക് കിട്ടുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മോഷന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കി എത്രയാണ്? ഈ കല്ല് താഴെയായിരുന്നു, മോഷൻ കഴിഞ്ഞപ്പോൾ അവൻ താഴെ തന്നെയാണ്. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഇവിടെ പറഞ്ഞില്ലേ y 0 എന്നല്ലേ പറഞ്ഞേ? ഡിസ്പ്ലേസ്മെന്റ് അലോങ് y is 0. ഇത് ഡിസ്പ്ലേസ്മെന്റ് അലോങ് x. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അലോങ് y 0 ആണ്. നമുക്കറിയാം s is equal to ut plus half a t square എന്നുള്ള ഇക്വേഷൻ. s എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. u എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ എല്ലായിടത്തും y കൊടുക്കുക, y കമ്പോണന്റ്. s y 0 കിട്ടി. u y ഇനിഷ്യൽ വെലോസിറ്റി എന്നാ y ല് u sin തീറ്റയാണ്. അപ്പൊ u sin തീറ്റ into t plus half ആക്സലറേഷൻ അലോങ് y ആരാ? g താഴേക്ക്. ഞാൻ മാർക്ക് ചെയ്യാം, ഗ്രാവിറ്റി താഴേക്ക്, g താഴേക്ക്. അപ്പൊ മൈനസ് ജി, ഞാൻ മൈനസ് ഇവിടുത്തെ ഇടുക കേട്ടോ. മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ. എന്നൊക്കെ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഇവിടെ 0 അല്ലേ. അപ്പൊ ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ടി സ്ക്വയറും ടിയും വെട്ടിപ്പോയി. ടി ഉണ്ട് ഇവിടെ, ഹാഫ് ജി ഉണ്ട്. ഈ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ജി. ഇതാണ് എന്ത്? ടി. ഇത് ഞാൻ അടുത്തേക്ക് നിന്ന് ടോട്ടൽ ടൈം എടുത്തത്. അപ്പൊ എനിക്ക് ഇവിടെ തൊട്ട് തന്നെ ടി ഇട്ടാൽ മതി, ക്യാപിറ്റൽ ടി ഇട്ടാൽ മതി, ക്യാപിറ്റൽ ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഇത് തന്നെ കിട്ടിയത്. ഇത് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിനിടയ്ക്ക് ഏതാണ്ട് ഡയലോഗുകളൊക്കെ നമുക്ക് നമ്മുടെ ഗൈഡുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, നോട്ട് ചെയ്തെടുത്തോ പെട്ടെന്ന്. അടുത്താണ് റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് കേട്ടോ. അപ്പോൾ എഴുതിക്കോ, ഹൊറിസോണ്ടൽ റേഞ്ച്. ചില സ്ഥലത്ത് ഹൊറിസോണ്ടൽ എന്നുള്ള വാക്കുണ്ടാവില്ല, പകരം റേഞ്ച് മാത്രമാവും കേട്ടോ. രണ്ടും ഒന്ന് തന്നെ. റെപ്രസെന്റ് ചെയ്യുന്നത് R എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മോഷനാണ്. അതിന് കാരണമായതാരാ? ഈ വെലോസിറ്റി, എക്സിലേക്കുള്ള വെലോസിറ്റി യു കോസ് തീറ്റ. നമ്മൾ ഈ ഇൻക്ലൈൻഡ് വെലോസിറ്റിനെ 2 കമ്പോണന്റ് ആക്കിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ കമ്പോണന്റ് ആണ് എക്സിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്, ഈ കമ്പോണന്റ് ആണ് വൈയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് വൈയിലേക്ക് മുകളിൽ പോയി നിൽക്കാതെ? ഗ്രാവിറ്റി താഴെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ മുകളിൽ പോയി നിൽക്കുന്നില്ല. ഇവിടെ പോയി നിൽക്കാൻ കാരണം എന്നാ? ഈ വെലോസിറ്റിനെ കുറയ്ക്കാനോ കൂട്ടാനോ ആരുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള മോഷൻ നോക്കാം. നോക്കി, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മോഷനകത്ത് എനിക്ക് ഡിസ്റ്റൻസ് അറിയാം, R ആണ്. ഓക്കെ, അത് കാണട്ടെ. വെലോസിറ്റി എനിക്കറിയാം, ടൈം എനിക്കറിയാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ is equal to ut plus half a t square. ഞാൻ എല്ലാം x കമ്പോണന്റ് എടുക്കും. ഡിസ്പ്ലേസ്മെന്റ് അലോങ് x
അതാണ് എന്ത് ഈ ആർ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു യു അലോങ് എക്സ്, എക്സിലേക്കുള്ള ഇനിഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ഇൻറ്റു ടി. എത്ര സമയം എടുത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ? അതെനിക്കറിയാം, ടോട്ടൽ ടൈം ടി ആണ്. പ്ലസ് ഹാഫ് ആക്സലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലേക്ക് ഏതെങ്കിലും ആക്സലറേഷൻ ഉണ്ടോ? അത് ഒറ്റ ആക്സലറേഷൻ ഉണ്ടോ? എവിടെയാ? താഴേക്ക് പിടിച്ച് വലിക്കുന്ന ജി മാത്രം. അപ്പൊ ഇങ്ങോട്ടേക്ക് ആക്സലറേഷൻ 0 ആണ്, ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ ഈ ടൈം മൊത്തം എന്തായി? 0 ആയിപ്പോയി. അപ്പൊ നമ്മളിലുള്ളത് യു കോസ് തീറ്റ ഇൻറ്റു ടൈം. ടി എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 2u sin തീറ്റ ഡിവൈഡ് ബൈ ജി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണേ, 2u സ്ക്വയർ എന്നാണ് യു സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ 2 ഉണ്ട്. ഇപ്പൊ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ജി. ട്രിഗണോമെട്രി എന്ന നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിക്കാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് വലിയ ഇക്വേഷനെ ചെറുതാക്കാൻ വേണ്ടി ആ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തുന്നത് ഓർമ്മയുണ്ടോ? സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഈ ഇക്വേഷൻ ആണ്. ഇവിടെ നോക്കി, 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. അതിന്റെ അർത്ഥം എന്നതാ? അതെന്നതാ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. പ്യുവർ ട്രിഗണോമെട്രി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. ഇതിനാണ് അടുത്ത മിടുക്കൻ കേട്ടോ. അപ്പൊ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. ഇനി നമുക്ക് മൂന്നാമത്തെ മിടുക്കനാണ് ഈ മാക്സിമം ഹൈറ്റ്. നമുക്കിനി അത് കണ്ടുപിടിക്കാം. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഷനകത്ത് ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ കറക്റ്റ് നടുക്ക് വെച്ചിട്ട്, നടുക്ക് വെച്ചാൽ സമയം, ആ സമയത്ത് എത്തിയ ഈ ദൂരം, ഇതാണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് നമ്മൾ എച്ച് മാക്സിമം എഴുതും കേട്ടോ. എച്ച് എന്ന് വിളിച്ചാലും മതി. ഓക്കെ, നോക്കി ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും വേരിയബിൾ ചേഞ്ച് ആവുന്ന വേരിയബിൾ ആരാ? യു കോസ് തീറ്റ. എക്സിലേക്കുള്ള ഡയറക്ഷൻ ഒരു ഗുണമില്ല, കാരണം ഈ ത്രൂ ഔട്ട് ദ മോഷൻ യു കോസ് തീറ്റ തന്നെയാണ്. നമുക്ക് വെർട്ടിക്കൽ കാര്യങ്ങൾ നോക്കാം. ഇവിടെ യു സൈൻ തീറ്റ ആയിരുന്നു മുകളിലേക്കുള്ള വെലോസിറ്റി. അപ്പൊ മുകളിലേക്ക് പോയി ഈ പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ മുകളിലേക്കുള്ള വെലോസിറ്റി എന്തായി? 0 ആയി. നോക്കിയേ, അത് മനസ്സിലാവാത്ത സ്റ്റുഡൻസിന് വേണ്ടി, ഒരു കല്ല് ഞാൻ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ അവൻ ഏറ്റവും മുകളിൽ പോയിട്ട് എന്തായി? വെലോസിറ്റി 0 ആയി. അതുകൊണ്ടാണ് അവൻ നേരെ താഴേക്ക് വന്നത്. അതിന് ശേഷം അവിടെ നിന്നിട്ട് താഴേക്ക് വരാൻ കാരണം അതിന് മുകളിലേക്ക് ഇനി വെലോസിറ്റിക്ക് ഒരു കമ്പോണന്റ് ഇല്ലേ. ഏറ്റവും മുകളിൽ വെലോസിറ്റി 0 ആയി. അതുകൊണ്ട് അവൻ നേരെ താഴേക്ക് വന്നത്. ഗ്രാവിറ്റി അപ്പോഴും പിടിച്ചോണ്ടിരിക്കുക താഴേക്ക്. അപ്പൊ നോക്കി, ഈ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത മോഷൻ എങ്ങോട്ടേക്കാണ്? അവൻ താഴേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഇങ്ങോട്ട് പോകാൻ കാരണം ഈ യു കോസ് തീറ്റ ഉള്ളത് കൊണ്ടാണ്. വെലോസിറ്റി കമ്പോണന്റ് എങ്ങോട്ടേക്കാണോ ഉള്ളത് അങ്ങോട്ടേക്ക് ആ ബോഡി മൂവ് ചെയ്യും. ഇവിടെ നോക്കി, യു സൈൻ തീറ്റ ഉണ്ടായിരുന്നു, ഇവിടെ ഇത്ര വലിയ കമ്പോണന്റ് ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ എന്നതാ? യു വെലോസിറ്റി എന്നതായി? 0 ആയി. അപ്പൊ ഞാൻ ഇതിനും ഇടയ്ക്കുള്ള മോഷൻ എടുക്കുക കേട്ടോ. നോക്കി, വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതല്ലേ ഇക്വേഷൻ? ഇവിടെ നോക്കി, വി ഫൈനൽ വെലോസിറ്റി. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാര്യം നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ വെലോസിറ്റി എന്നതാ? 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ ആരാ ഉള്ളത്? യു സൈൻ തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ വൈൻ്റെ കമ്പോണന്റ് എടുക്കുന്നത്. വൈ അവിടെ 0 ആണ്. യു വൈ എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റയാണ്, അതിന്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് വൈ ആക്സിസിലെ ആക്സലറേഷൻ മൈനസ് ജി ആണ്. ഇവിടെ ഞാൻ മൈനസ് ജി എന്നിട്ടു എസ് വൈയിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എച്ച്. ഇവിടെ നിന്നിടം വരെയുള്ള മോഷൻ അല്ലേ, എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി? എച്ച്. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് 0 അല്ലേ, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു 2gh is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ h is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇതാണ് ഹൈറ്റ് മാക്സിമത്തിന്റെ ഇക്വേഷൻ.
h is equal to u square sin square theta by g. ഈ മൂന്ന് ഇക്വേഷൻ ബൈബിൾ വചനം പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ചു വെച്ചോ കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ മൂന്ന് ഇക്വേഷൻസ്. ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to 2u sin theta divided by g. റേഞ്ച് r is equal to u square sin 2 theta by g. താഴെ h equal to u square sin square theta by g. എല്ലാത്തിൻ്റെയും അടിയിൽ g അല്ല 2g. ഇപ്പൊ 3g ആയാണ്. ഈ എല്ലാ ഇക്വേഷനിലും g ഉണ്ട്, u ഉണ്ട്, സൈൻ ഉണ്ട്, 2 ഉണ്ട്. വെക്കുന്ന സ്ഥലങ്ങളും വെവ്വേറെ സ്ഥലത്താണ്. അത് മൂന്നും പഠിച്ചു വെക്കണം, ഇക്വേഷൻസ് മാറിപ്പോകരുത് കേട്ടോ. നമുക്കിനി ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാകാൻ വേണ്ടി കുറച്ച് സാമ്പിൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയോ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 degree വിത്ത് ദി ഹൊറിസോണ്ടൽ. Then find time of flight, horizontal range and maximum height. എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ്? 30 meter per secondലാണ്. 30 meter per second. ഓക്കെ, ഇതാണ് എന്ത് u. ആംഗിൾ എത്രയാ? 60 degree വിത്ത് ദി ഹൊറിസോണ്ടൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചില ക്വസ്റ്റ്യൻ തരും 30 degree വിത്ത് ദി വെർട്ടിക്കൽ. ഇപ്പൊ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. വെർട്ടിക്കലിൽ നിന്ന് 30 degree എന്ന് പറയുന്നതും ഹൊറിസോണ്ടലിൽ നിന്ന് 60 degree എന്ന് പറയുന്നതും സെയിം ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ ലൈൻ കേട്ടോ. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to 2u sin theta divided by g. 2 into u എത്രയാ? 30 into sin 60 divided by g. sin 60 എന്ന് പറഞ്ഞാൽ √3/2. അപ്പൊ 2 into 30 into sin 60 √3/2 ആണ്. g എന്ന് പറഞ്ഞാൽ 10 എടുത്തു കേട്ടോ. g can be taken as 10 meter per second square. 2 2 multiply 0 0 multiply. അപ്പൊ 3√3 ആണ് ആൻസർ. ടൈം അല്ലേ, അപ്പോൾ സെക്കൻഡ്സ്. ഇനി റേഞ്ച് r is equal to u square sin 2 theta divided by g. u square എന്ന് പറഞ്ഞാൽ 30 square into sin 120 divided by g 10. ചെയ്തൊക്കെ എത്ര കിട്ടുന്നത്? എത്ര കിട്ടുന്നത്? 30 into 30 into sin 120 എന്ന് പറഞ്ഞാൽ √3/2 ഇല്ല, sin 60 √3/2 ഡിവൈഡ് ബൈ 10. 0 0 പോയി 2 15 പ്രാവശ്യം 15 × 3 45 √3. അത് ഗുണിച്ച് നോക്കിയാൽ മതി എത്രയാണ്. റേഞ്ച് അല്ലേ, യൂണിറ്റ് മീറ്റർ. ഇനി അടുത്താണ് ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. h is equal to u square sin square theta divided by 2g. u square 30 square sin square theta sin 60 square. sin square theta എന്ന് പറഞ്ഞാൽ sin 60 ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നോക്കിയേ 30 into √3/2 into √3/2. ഞാൻ എന്തിനാ ഈ സ്ക്വയർ എങ്ങനെയാണെന്ന് അറിയോ? എളുപ്പത്തിൽ വെട്ടിക്കളയാൻ വേണ്ടി. ഡിവൈഡ് ബൈ 20. 0 0 വെട്ടി 2 30 വെട്ടിയ 15. √3 മൾട്ടിപ്ലൈ ചെയ്താൽ 3. 2ഉം 3ഉം വെട്ടിപ്പോയ 1.5. 2ഉം 3ഉം വെട്ടിപ്പോയ 1.5. അപ്പോൾ 15 × 1.5 × 1.5 ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് കിട്ടും. അതിൻ്റെ യൂണിറ്റ് മീറ്റർ കേട്ടോ. അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി എക്സ്ട്രാ എഴുതിക്കും. എക്സ്പ്രസ് വെലോസിറ്റി ഇൻ വെക്റ്റർ ഫോം അറ്റ് ബോത്ത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്.
ഇനിഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും വെലോസിറ്റിനെ വെക്ടർ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതും? വെക്ടർ ഫോം എക്സിലും വൈയിലും ഇസഡിലും എത്രയുണ്ടെന്ന് ഞാൻ എഴുതിയാൽ മതി. അപ്പൊ നോക്കിയോ, അറ്റ് ഇനിഷ്യൽ പോയിന്റിലെ വെലോസിറ്റി വെക്ടർ, ഇനിഷ്യൽ പോയിന്റിലെ വെലോസിറ്റി ഞാൻ വെക്ടർ ഫോമിൽ എഴുതും. എക്സിൽ എത്ര ആൾക്കാരുണ്ട് മക്കളെ? അതിന് ഞാൻ റെസൊല്യൂഷൻ നടത്തിയാൽ മതി. യു ആണ് ഇത്രയും 30 മീറ്റർ പെർ സെക്കൻഡ്. എക്സിൽ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? യു കോസ് 60 ഡിഗ്രി അല്ലേ? ഇതോ യു സൈൻ 60 ഡിഗ്രി. അപ്പോൾ ഇവന് ഇങ്ങനെ എഴുതാം, യു കോസ് 60 ഡിഗ്രി ഐ ക്യാപ് പ്ലസ് യു സൈൻ 60 ഡിഗ്രി ജെ ക്യാപ്. യു എത്രയാണ്? 30. കോസ് 60 എത്രയാണ്? 1/2 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് യു എത്രയാണ്? 30 റൂട്ട് 3/2 ജെ ക്യാപ്. വെട്ടിപ്പോയ എത്രയാണ്? 15. 15 ഐ ക്യാപ് പ്ലസ് 15 റൂട്ട് 3 ജെ ക്യാപ്. ഇതാണ് ഇനിഷ്യൽ പോയിന്റിലെ വെലോസിറ്റി വെക്ടർ. രണ്ടും പ്ലസ് വരാൻ കാരണം എന്താ? ഐ വെക്കാൻ കാരണം ഇത് എക്സ് ആക്സിസിലേക്കാണ്, ഇത് വൈ ആക്സിസിലേക്കാണ്. ഐ ക്യാപ്പും ജെ ക്യാപ്പും. ഇനി ഈ ഫൈനൽ പോയിന്റ് നോക്കി, ഇതാണ് ഈ ഫൈനൽ പോയിന്റ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഇനിഷ്യൽ പോയിന്റ്, ഇതാ ഇങ്ങോട്ടേക്ക്. ഇതാണ് ഫൈനൽ പോയിന്റ്. ഞാൻ ഇവിടെ നോക്കിയാൽ ഈ പോയിന്റിൽ, ഈ അവസാനിച്ച ഈ പോയിന്റിൽ നോക്കിയാൽ മക്കളെ, ഈ വെലോസിറ്റി കമ്പൗണ്ട് ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി. ഭൂമി തുളച്ചകത്തേക്ക് പോയെന്നല്ല, ആ വെലോസിറ്റി കമ്പോണന്റ് ജസ്റ്റ് ആ ഇടിക്കുന്ന ആ വശത്തെ വെലോസിറ്റി ഇങ്ങനെ പോയിട്ട് ഇടിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പൊ നോക്കി, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ആണ് എന്ത്? 60 ഡിഗ്രി കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ട് ആംഗിൾ ആണ് എന്ത്? 60 ഡിഗ്രി. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇടിച്ചാൽ ഇതാണ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവൻ നോക്കി, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്നാ വരും? യു നോക്ക്, സൂക്ഷിച്ച് നോക്ക്, അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ യു കോസ് 60 ഡിഗ്രി. ഇത് എങ്ങോട്ടേക്കാ? ദാ ഇങ്ങോട്ടേക്ക്. ശരിയല്ല മക്കളെ? യു കോസ് 60 എക്സ് ആക്സിസിലേക്ക് ദാ ഇങ്ങനെയാണ് ത്രൂ ഔട്ട് മോഷൻ. അത് ഒരിടത്തും ചേഞ്ച് വരില്ല, കാരണം ആക്സലറേഷൻ ഇല്ല ഈ ഡയറക്ഷനിൽ. കുറയ്ക്കാനോ കൂട്ടാനോ ആക്സലറേഷൻ ഇല്ല. അപ്പൊ ത്രൂ ഔട്ട് ദ മോഷൻ ഇത് തന്നെ ആയിരിക്കണം. ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡോ? ഈ സൈഡ് ഞാൻ എഴുതി യു കോസ് 60. അപ്പൊ ഈ സൈഡോ? 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് യു സൈൻ 60 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റിനെ ഞാൻ, ഫൈനൽ വെലോസിറ്റിനെ ഞാൻ വെക്ടർ ഫോമിൽ എഴുതിയാല് നോക്കി, എക്സ് ആക്സിസിൽ ആരാ ഉള്ളത്? യു കോസ് 60 ഡിഗ്രി ഐ ക്യാപ്പ് പ്ലസ് യു സൈൻ 60 ഡിഗ്രി ജെ ക്യാപ്പ്. അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്നാ? ഇവിടെ ജെ അല്ല, ജെ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്കാണ്, മുകളിലേക്കാണ്. ഇത് ഇവിടുത്തെ വെലോസിറ്റി കണ്ടോ, താഴേക്കാ ഡയറക്ഷൻ. അതെങ്ങനെയാ വന്നേ? ദാ ഈ വെലോസിറ്റി താഴേക്കാണ്. ഞാൻ ഇവിടുത്തെ 60 ഡിഗ്രി അതിന്റെ കോസ് എടുത്തപ്പോൾ ദാ ഇങ്ങോട്ട് വന്നു, സൈൻ എടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കേട്ടോ, ദാ ഇങ്ങോട്ടേക്ക്. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കുന്നത്? ഇതാണ് ഈ വെക്ടറിനെ റിസോൾവ് ചെയ്യേണ്ട വെക്ടർ. ഞാൻ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഈ വെക്ടറിന്റെയും ഈ വെക്ടറിന്റെയും സമ്മാണ് ഈ വെക്ടർ എന്നാ. ട്രയാങ്കുലർ ലോ ഓർമ്മയുണ്ടോ? രണ്ട് വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും. ഇതാണ് എ വെക്ടർ, ഇതാണ് ബി വെക്ടർ. ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നോക്കി, ഞാൻ ഇങ്ങനെ വരയ്ക്കണം ബി വെക്ടർ. അപ്പൊ ഞാൻ ആദ്യം എ വെക്ടറിനെ കൊണ്ടേ വരച്ചു, ഇവന്റെ വാലെടുത്ത് ഇവരുടെ തലയെ കൊണ്ടേ വെച്ചു, ഇങ്ങനെ. അങ്ങനെ അതിന്റെ റിസൾട്ടന്റ് ഇവന്മാരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു അല്ലേ? ഇത് തന്നെ ഈ സംഭവം. ഇപ്പൊ നോക്കി, പി സാധനം എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വെക്ടർ. ഇവരെ രണ്ടുപേരെയും കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇവൻ എന്നാണ് ഈ റിസൾട്ടന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ രണ്ടുപേരാക്കി മാറ്റിയാൽ അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയാൽ ഇവനെ കിട്ടണം. അപ്പൊ ഡയറക്ഷൻ എടുക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പൊ റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ ഇടാനായിട്ട്. കാരണം ഇവന്മാരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റിസൾട്ടന്റ്. ട്രയാങ്കുലർ അങ്ങനെയല്ലേ? അപ്പൊ ഇവൻ ഇങ്ങോട്ട്, ഇവൻ ഇങ്ങോട്ട് കേട്ടോ. ഞാൻ ഇവനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്കി എഴുതി. അപ്പൊ ഞാൻ ഇവനെ മാറ്റാൻ നേരത്ത് ഒരുത്തനെ ഇങ്ങോട്ടേക്കും ഒരുത്തനെ ഇങ്ങോട്ടേക്കും ആക്കി ഞാൻ എഴുതി. അങ്ങനെയാ വരുന്നത്. അപ്പൊ നോക്കി, ഇവിടെ എന്നാ വരും? ഇവിടെ ജെ അല്ല, മൈനസ് ജെ ക്യാപ്
കേട്ടോ. അപ്പൊ യു സൈൻ 60 എങ്ങോട്ടേക്കാ? താഴേക്കാ. അതുകൊണ്ട് ഞാൻ മൈനസ് ജെ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? മൈനസ് വരും. അപ്പൊ ഇതാണ് വെക്റ്റർ ഫോം. ഇനീഷ്യൽ പോയിന്റിലെയും ഫൈനൽ പോയിന്റിലെയും വെലോസിറ്റിന്റെ വെക്റ്റർ ഫോം. നമ്മോട് ചോദിച്ചത് വെലോസിറ്റി വെക്ടർ ഇനീഷ്യൽ പോയിന്റിലെയും ഫൈനൽ പോയിന്റിലെയും ചോദിച്ചിരുന്നത് അല്ലേ? നമ്മൾ എഴുതി ഈ ആൻസർ നോക്കിയേ. യു കോസ് 60 എത്രയാ? യു എത്രയാ? 30 കോസ് 60 എത്ര വരും മക്കളെ? 1/2i മൈനസ് 30 ആണ് യു √3/2 ജെ ക്യാപ്പ്. എത്രയാ? 15i ക്യാപ്പ് 15i ക്യാപ്പ് മൈനസ് 15 √3 ജെ ക്യാപ്പ്. ഇതേപോലെ തന്നെ, പക്ഷെ ഒരു -1 അർത്ഥമുള്ളൂ. ഓക്കെ. നിങ്ങൾ ചോദിച്ചേക്കുന്നത് ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലായിരുന്നെങ്കിലോ എന്നാ വരുമായിരുന്നു? ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിയുടെ കമ്പോണൻസ് നമുക്കറിയാം. യു കോസ് 60 എല്ലായിടത്തും ഈ എക്സ് കമ്പോണന്റ് എല്ലായിടത്തും സെയിം ആണ്. അപ്പൊ ഇവിടുത്തെ എക്സ് കമ്പോണന്റ് എന്നതായിരിക്കും? ഇവിടുത്തെ ഞാൻ വെലോസിറ്റി മിഡിൽ പോയിന്റ് കേട്ടോ, വി എം വെക്ടർ ഫോം എഴുതാണ്. എക്സ് കമ്പോണന്റ് എന്നതാ? യു കോസ് 60 ഡിഗ്രി. ഐ ക്യാപ്പ് എക്സിലേക്കാണ്. അപ്പൊ ഐ ക്യാപ്പ് എഴുതി. നോക്കി, വെലോസിറ്റി കമ്പോണന്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇവിടെ എത്രയായിരുന്നു? യു സൈൻ 60 ഡിഗ്രി ആയിരുന്നു അല്ലെ? മുകളിലേക്ക് യു സൈൻ 60 ആണ് മുകളിലേക്ക്. ഇവിടെ നേരെ താഴേക്ക്. ഏറ്റവും മുകളിലോ 0 നമ്മൾ പഠിച്ചില്ലേ? അപ്പോ +0 വെക്ടർ അവിടെ എഴുതേ വേണം. അപ്പൊ ഏറ്റവും മുകളിലെ വെലോസിറ്റി കമ്പോണന്റ് യു കോസ് 60i മാത്രമേ ഉള്ളൂ. അതായത് 15i ക്യാപ്പ് മാത്രം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്. സ്ഥിരം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കല്ല് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റില് വെലോസിറ്റി എത്രയാ? ആക്സലറേഷൻ എത്രയാണ്? വെലോസിറ്റി എത്രയാണ്? 0. ഏറ്റവും മുകളിൽ വെലോസിറ്റി 0. ആക്സലറേഷനോ -g. എല്ലായിടത്തും ആക്സലറേഷൻ താഴേക്കാണ്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് g തന്നെയാണ്. -g ആണ് ആക്സലറേഷൻ. വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റില് വെലോസിറ്റി 0 ആണോ? അല്ല. വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി 0 ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അവിടെയുണ്ട്, യു കോസ് 60. ആക്സലറേഷനോ -g താഴേക്ക്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം, കാരണം ലെങ്ത് ഒരുപാട് കൂടി. നമ്മളിപ്പോ വെലോസിറ്റിയുടെ വെക്ടർ ഒക്കെ നമ്മൾ വരച്ചേ, ഇവിടുത്തെ വരച്ചു, ഇവിടുത്തെ വരച്ചു, ഇവിടുത്തെ വരച്ചു, എഴുതിയില്ലേ? ഇത് ഇവിടെയും ഇതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞ് നമ്മൾ എങ്ങനെ കാണും? ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ ചോദിക്കാം ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എത്രയാ വെലോസിറ്റി, അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാം ആഫ്റ്റർ 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് കഴിഞ്ഞാലുള്ള അവിടുത്തെ വെലോസിറ്റിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്, എക്സിൽ എത്രയാ, വൈയിൽ എത്രയാ, റിസൾട്ടന്റ് വെലോസിറ്റി എത്രയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പഠിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്.